ബോട്ടൊക്കെ പോകുന്നുണ്ടോ? പണ്ടോ സുനാമി വന്നപ്പോഴോ? അത് അത് തടി കിഴക്കമ്മലെന്ന് ഒഴിയുന്ന തടിയായിരുന്നു അല്ലേ? ചാല ഇട്ടാ മതി, ചാലം മതി, ചാലം മതി. വണ്ടിക്കകത്ത് ശിവന്റെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, അടിപൊളി പ്രതിമ. ഹായ്. ആള് കണ്ട് എറണാകുളം വരെ പോവാ പ്രിയങ്ക വിളിക്കാൻ വേണ്ടി. അന്നേരം അവിടം വരെ പോകുന്നതിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നീക്കാറല്ല ഇന്ന് യാത്ര, നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടിയാണ്, ഇതല്ല ഇന്ന് യാത്ര. വാ, കരിയിലക്കുളങ്ങരയിലെത്തി. കരിയിലക്കുളങ്ങര പ്രിയങ്കയുടെ വീട്ടിൽ ഞങ്ങൾ ചമേലി വിളിക്കാനായിട്ട് വന്നേ. കരിയിലക്കുളങ്ങര ശിവനട ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇതാണ് കരിയിലക്കുളങ്ങര ശിവനട ക്ഷേത്രം. ചമേലി വരും. ചമേലി വരുന്നുണ്ട്. ആ കാണുന്നതാണ് പ്രിയങ്കയുടെ വീട്. ചമേലിയും കണ്ണനും തിത്തിലിയും കൂടെ വരുന്നുണ്ട്. ഓടിയോ ഓടിയോ ഓടിയോ. അയ്യോ, ചമേലി ചെരുപ്പം തേമല്ലോ. ചമേലി എവിടെ പോവാ? അറിയത്തില്ല, അമ്മച്ച വിളിക്കാന്. കണം പോയി ഹായ് പറ. ചമേലി എവിടെ പോടി? അമ്മച്ച വിളിക്കാൻ പോവില്ലയോ? അമ്മച്ച സ്കൂളില് കേറ്. കണം പോയി ഫ്രണ്ടിരി. അവരുണ്ട് പറയും കേറ്, തുറന്നു കേറ്. ചമേലി അടുക്കിരുന്നു. ചെരുപ്പ് വേണ്ട, വണ്ടിക്കകത്തിരിക്കുമല്ലോ, അവിടെ ചെന്നിട്ട് മതി. ഉണ്ടോ ക്രെയിൻ കിടക്കുന്നുണ്ടോ? പോണ്ട, ക്രെയിനാ JCB. നമ്മളപ്പോ JCB ഓടിക്കൂ. ഇതാണ് തോട്ടപ്പള്ളി പാലം ഇല്ലേ? കണ്ണ വന്നിട്ടുണ്ടോ ഇതില്? കണ്ണമ്മ ഇതിലെ വന്നിട്ടില്ലേ? അതായിട്ട് വരുവാന്നോ? അതായിട്ട് വരുവാന്നോ? എന്താ പാലം പണിയൊക്കെ കിടക്കുന്നുണ്ടോ? ഇതുപോലെ വേണം പാലം പണിയുന്നത്. ഉണ്ടോ? പാലം പണിയുന്നത് ഇനി എങ്ങനെയാന്ന് ചോദിക്കരുത് കേട്ടോ. കണ്ണമ്മ വെള്ളത്തിലേ പാലം പണിയുന്നത് എങ്ങനെയാന്ന് ഇനി ചോദിക്കരുത്. കണ്ട പാലം പണിയുന്നത് വെള്ളത്തിൽ. ഏത് പാലം അത്? തോട്ടപ്പള്ളി പാലം. കളറ് കുഞ്ഞതാണോ കഴിക്കുന്നത്? ഏതാ കഴിക്കുന്നത്? ഏതോ അതാണോ കഴിക്കുന്നത്? ചമേലിക്ക് അത് മതിയോ? കണ്ണൻ എന്തോടെ വേണ്ട? കണ്ണോ തിത്തിലിയെ എന്തോ തിത്തിലിക്ക് വേണ്ട? ചെല്. ഇങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാ. കണ്ട മൊത്തം ഹൈവേ മൊത്തം ബ്ലോക്കായിരുന്നു. ഇവിടെ പണി നടക്കുക. കണ്ണന് സാധാ ഊണ്, ചമേലിക്ക് ബിരിയാണി. ചാല ഇട്ടാ മതി, ചാലം മതി, ചാലം മതി. ഇത്തിലേക്കും ബിരിയാണി. അണ്ണമായി ഊണങ്ങനെ ഉണ്ട്? പപ്പടം. അണ്ണമായി ബിരിയാണി ഊണങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. കേട്ടോ കഴി.
അതിൽ ബിരിയാണി എങ്ങനെ ഉണ്ട്? കൊള്ളാമോ? കറി മാത്രം മാറി കഴിക്കാം, ചോറും കൂടെ പറഞ്ഞിട്ട് കഴിയും. ആ സൈഡിലോട്ട് നോക്കും, എന്നിട്ട് ചോറൂടെ പറഞ്ഞിട്ട് കഴിയും. ബിരിയാണി എങ്ങനെ ഉണ്ട്? ഇതിൽ അടിപൊളിയാണോ? അടിപൊളി ബിരിയാണിയാണ്. റിസൾട്ട് കിട്ടി. ആ ഞങ്ങളാണ്ട പ്രിയങ്ക കണ്ടുമുട്ടി. പ്രിയങ്ക വിളിക്കാൻ വന്നായിരുന്നു. മുടിയൊക്കെ നാശമായിട്ടിരിക്കുക. ഞങ്ങള് ബോട്ടിങ് കയറാൻ പോവാം. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാ ബോട്ടിൽ കയറാൻ പോകുന്നത് എല്ലാരും കൂടെ. അതാണ് കമോൺ ഇന്ത്യ. ബോട്ടെല്ലാം റെഡി ആയിട്ട് നടക്കുക. ഞങ്ങള് ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി. കണ്ണമ്പ ഇങ്ങോട്ട് പോയിക്കേ. ബോട്ടെ കയറിയിട്ട് എങ്ങനെയുണ്ട് വേണ്ട? കൊളോ? ഇഷ്ടപ്പെട്ടോ? ചമ്മു ഇങ്ങോട്ട് പോയിക്കേ. ചമ്മു ഇങ്ങോട്ട് പോയിക്കേ. ബോട്ടൊക്കെ പോകുന്നുണ്ടോ? അമ്മയായിരുന്ന ബോട്ടൊക്കെ കയറിയിട്ടുണ്ടോ? പണ്ടോ? സുനാമി വന്നപ്പോഴോ? അത് തടി കിഴക്കമ്മലെന്ന് ഒഴിയുന്ന തടിയായിരുന്നു അല്ലേ?
അങ്ങനെ വോട്ട് യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെ കറക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രിയങ്ക ഇവിടെ ആയിരുന്നു താമസിച്ചത്. കൊച്ചി നഗരസഭയുടെ ഷീ ലോഡ്ജ് ആൻഡ് കൊച്ചി ഇവിടെ ആയിരുന്നു താമസിച്ചത്. ഞാൻ ആ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുക. ഇവിടുത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ കൊച്ചിൻ നഗരസഭയിലെ ഷീ ലോഡ്ജിൽ എല്ലാം ഇത് കഴിഞ്ഞിറങ്ങുക. ഇനി ഫുഡ് കഴിക്കണം. അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറുക. നഗരസഭയുടെ തന്നെ കൊച്ചിൻ നഗരസഭയുടെ തന്നെ ഫുഡ് കിട്ടുന്നിടമുണ്ട്. വിലക്കുറവാന്ന് പറയുന്നു. നേരത്തെ ഞങ്ങളിവിടെ വന്നപ്പോൾ കഴിച്ചായിരുന്നു. കഴിച്ച് ഒരേതാണോ കഴിക്കുന്നത്? കാണിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടുന്ന് ഇറങ്ങി പെട്ടെന്നോ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി കുടുംബസഹിത എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബോട്ട് സർവീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ വീഡിയോ കാര്യം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസം ഞങ്ങളുടെ വീഡിയോസൊക്കെ കുറേ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇനി അന്ന് ആക്റ്റീവ് ആവും. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കുറേ അധികം വീഡിയോ ഇട്ടില്ല അല്ലയോ, കുറച്ച് ദിവസത്തെ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എറണാകുളത്ത് വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട്. ഓക്കെ, ബൈ.